ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. വിവാഹത്തിന് മുമ്പ് കൗൺസിലിംഗ് ആവശ്യമുണ്ടോ? ഒരു കാലിക പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇന്ന് വിവാഹം മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, വിവാഹ മോചനങ്ങളുമാണ്. അതിലേറെയും നവദമ്പതികളാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പല പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവർ അഭിമുഖീകരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് സംഘർഷങ്ങളും അവർക്കിടയിൽ ഉടലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ വിവാഹമോചനത്തിൽ കലാശിക്കുന്നു, പലരും ആത്മഹത്യയിൽ അഭയം തേടുന്നു. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ മകളുടെ വിവാഹം നടന്നു. അവൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് കടങ്ങൾ വാങ്ങിയും ബാങ്ക് ലോൺ എടുത്തും ഒക്കെയാണ് അവൻ തൻ്റെ മകളെ വളരെ നന്നായി വിവാഹം ചെയ്ത് അയച്ചത്. വിവാഹം കഴിഞ്ഞ് 4-ാം നാൾ ആ വരൻ ആത്മഹത്യ ചെയ്തു. വളരെ കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. കാരണങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നില്ല, മറിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങളായിരുന്നു. ഒരു കുടുംബം ആരംഭിക്കുമ്പോൾ, വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ വരുമെന്നോ എന്തെല്ലാം പ്രതിസന്ധികൾ വരുമെന്നോ ഇതൊന്നും മുൻകൂട്ടി അറിയാതെ വിവാഹ ജീവിതം എന്നാൽ ഏതോ ഒരു സ്വപ്ന ലോകമാണെന്ന് കരുതി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ പലപ്പോഴും അടിപതറുന്നുണ്ട്. പലപ്പോഴും പരസ്പരം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ വിവാഹമോചനം നടക്കുകയും ചെയ്യുകയാണ്. വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്ന 2 പേർ ഒരുമിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവ വിശേഷതകൾ അവർക്കുണ്ട്. അവരെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയാതെ പലപ്പോഴും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നു. പല പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉടലെടുത്ത് അത് വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. പലപ്പോഴും നവദമ്പതികൾ മാത്രമല്ല പ്രശ്നക്കാർ, അവർക്ക് ചുറ്റുമുള്ള കുടുംബാംഗങ്ങളുമാണ്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും ആവില്ല. കാരണം ഓരോ വ്യക്തിയും ഓരോ സ്വഭാവ സവിശേഷതകളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരേപോലെ നമുക്ക് സമീപിക്കാനാവില്ല, വിശിഷ്യ കുടുംബജീവിതത്തിൽ. അപ്പം അത് തിരിച്ചറിയണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറേയൊക്കെ അറിവ്, കുറേ പരിജ്ഞാനം ആവശ്യമാണ്. ഒരു പ്രായമാവുമ്പോൾ കെട്ടിച്ചയക്കുക എന്നുള്ള ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ വിവാഹ ജീവിതം നയിക്കാൻ മാത്രം പക്വത വന്നോ, പ്രാപ്തരായോ എന്നൊന്നും രക്ഷിതാക്കൾ ചിന്തിക്കാറില്ല. പ്രായമായി കെട്ടിച്ചു വിടണം, മറ്റൊരു ചിന്തയില്ല. എങ്ങനെയെങ്കിലും കടം വാങ്ങിയോ, എങ്ങനെയും ബാങ്ക് ലോൺ എടുത്താലും എന്തെങ്കിലും ചെയ്താലും എങ്ങനെയെങ്കിലും ഒരു വരനെ കണ്ടെത്തുന്നു, അങ്ങനെ വിവാഹം ചെയ്തയക്കുന്നു. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വരനെ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ വധുവിനെ അന്വേഷിക്കുന്നു. ഓക്കെ കല്യാണം നടക്കുന്നു. പലപ്പോഴും അത് പ്രയാസത്തിലകപ്പെടുന്നു. പലപ്പോഴും ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. അത് ആ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവരുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാനും ജീവിതം ഇന്നതാണ്, എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, എന്തെല്ലാം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ അവർക്ക് നൽകി ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് അല്പസമയം നീട്ടിവെച്ചാലും കുഴപ്പമില്ല. അവരെ അതിന് പാകപ്പെടുത്തി എടുത്തിട്ട് വേണം അവനെ ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ. അതല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങളെ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.